കേരള തീരത്തെ കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറുകളുടെയും വസ്തുക്കളുടെയും പട്ടിക പുറത്തുവിട്ടു. 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ്. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട്. മറ്റു കണ്ടെയ്നറുകളുടെയും വിവരങ്ങൾ പുറത്തുവന്നു. KR സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, 60 കണ്ടെയ്നറുകളിൽ പോളിമർ, 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ്. അപകടകരമായ വസ്തുക്കളും പരിസ്ഥിതിക്ക് വിനാശകരമാകുന്ന കാര്യങ്ങളുമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നിപ്പോൾ വ്യക്തമായി. ഇനി ഇതിന്റെ തുടർച്ച ഏതെങ്കിലും നടപടിക്ക് സാധ്യതയുണ്ടോ? സച്ചിൻ, കാൽസ്യം കാർബൈഡും അതുപോലെ പോളിമർ അസംസ്കൃത വസ്തുക്കളുമാണ് അപകടകരമായ വസ്തുക്കൾ എന്ന നിലയിൽ കപ്പലിൽ ഉണ്ടായിരുന്നത്, കണ്ടെയ്നറുകളിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 643 കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ 640 കണ്ടെയ്നറിലെ വിവരങ്ങളാണ് കപ്പൽ അധികൃതർ ഇപ്പോൾ കസ്റ്റംസിന് വഴി കൈമാറിയിരിക്കുന്നത്. 13 കണ്ടെയ്നറുകളിലാണ് കാൽസ്യം കാർബൈഡ് ഉള്ളത്. ഇത് നമുക്കറിയാം, വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ വാതകമുണ്ടാകുകയും അത് മനുഷ്യ ശരീരത്തിന് അപകടകരമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള 13 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളിൽ 8 എണ്ണം കടലിൽ താഴ്ന്ന കപ്പലിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ശേഷിക്കുന്ന 7 എണ്ണത്തിലെ കാൽസ്യം കാർബൈഡ് ആണ് കടലിൽ കലർന്നിരിക്കുന്നത്, പുറംകടലിലൂടെ ഒഴുകി പോകുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഇതിൽ 4 കണ്ടെയ്നറുകളിൽ ക്യാഷ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് അപകടകരമായി ഉള്ളത് പോളിമർ അസംസ്കൃത വസ്തുക്കളാണ്. ഇത് ഏതാണ്ട് 60 കണ്ടെയ്നറുകളിൽ ഇതുപോലെ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് ഉള്ളത്. ഈ പോളിമർ അസംസ്കൃത വസ്തുക്കളും അതുപോലെ പോളിപ്രൊപ്പലിൻ തരികളും കടലിൽ പരന്നിട്ടുണ്ട് എന്നാണ് ഉള്ള റിപ്പോർട്ട്. ഇത് ജലജീവികൾക്ക് അപകടകരമാവാനുള്ള സാധ്യതകൾ ഉണ്ട്. 71 കണ്ടെയ്നറുകൾ കാലിയാണ്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും ആണുള്ളത്. 87 കണ്ടെയ്നറുകളിൽ തടിയും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമാണുള്ളത്. 39 കണ്ടെയ്നറുകളിൽ തുണി നിർമ്മാണത്തിനുള്ള പഞ്ഞിയാണ്, പരുത്തിയാണ് അതിനകത്ത് ഉള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന 640 കണ്ടെയ്നറുകളുടെ വിവരങ്ങളായി ഉള്ളത്. ഇതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 60 കണ്ടെയ്നർ പോളിമർ അസംസ്കൃത വസ്തുക്കൾ, അത് അപകടകരമാണ്. അതുപോലെ തന്നെ 13 കാൽസ്യം കാർബൈഡ്, അങ്ങനെ 73 കണ്ടെയ്നറുകൾ അപകടകരമായ അസംസ്കൃത വസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളാണ് എന്ന് നമുക്ക് ഈ പട്ടികയിൽ നിന്നും പറയാൻ കഴിയും. ഇതിനകത്ത് കസ്റ്റംസ് വഴി സർക്കാരിലേക്ക് ലഭിച്ചിരിക്കുന്ന ഈ പട്ടികയിൽ 4 കണ്ടെയ്നറുകളിൽ ക്യാഷ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയും കപ്പൽ അധികൃതരിൽ നിന്നും ലഭ്യമാകേണ്ടത് ഉണ്ട്. സച്ചിൻ. സാജു, ഈ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? തീരത്ത് അടിഞ്ഞത് പരിശോധിച്ചപ്പോൾ അതിൽ തുണിത്തരങ്ങളും മറ്റുമായിരുന്നു. പക്ഷേ നമുക്കറിയാം, കേരളത്തിന്റെ തീരപ്രദേശത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് തരികളും മറ്റും അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെയായി ഇത് കടലിന് നാശമുണ്ടാക്കുന്നതാണ്, തീരങ്ങൾക്ക് നാശമുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അത് നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. പക്ഷേ അത് വളരെ വേഗത്തിൽ മാറ്റുക സാധ്യമല്ല. കടലിൽ നിന്നും വീണ്ടും വന്ന് അടിയുന്ന സാഹചര്യമൊക്കെ നമുക്ക് പല തീരങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി പുറംകടലിൽ കലർന്നിരിക്കാം ഈ 7 കണ്ടെയ്നറുകളിലെ, അതായത് കടലിൽ പരന്നു എന്ന് കരുതുന്ന കാൽസ്യം കാർബൈഡിന്റെ 7 കണ്ടെയ്നറുകളാണ്. അത് പുറംകടലിൽ പരന്നിരിക്കാം എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, അവിടുത്തെ എണ്ണപ്പാടയും മറ്റും നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ അതിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ദൗത്യങ്ങൾ തുടരുകയും അടുത്ത മാസത്തോടുകൂടി കപ്പൽ അവിടെ നിന്നും നീക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയും എന്ന രീതിയിലാണ് കപ്പൽ കമ്പനി അധികൃതർ തന്നെ നേരത്തെ വിശദീകരിച്ചത്. സംസ്ഥാന സർക്കാരാകട്ടെ ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല. അത് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് എന്ന വിമർശനങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ശക്തമായി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. സച്ചിൻ.